പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള സെന്റൻസിൽ നിന്നും എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്താണ് അതിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ, ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബോ പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഇതിൽ ആം ഉപയോഗിക്കുന്നത് ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ടും ഈസ് ഉപയോഗിക്കുന്നതോ സിംഗുലർ സബ്ജക്റ്റിനോട് കൂടിയിട്ടും ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയുമാവുന്നു. പ്ലൂറൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി, ഇതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ആം മാത്രമേ ഉപയോഗിക്കുള്ളൂ. യു, ദേ, വി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ എന്ത് തന്നെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആറാണ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? സബ്ജക്റ്റ് പ്ലസ് ആറ് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ആറ് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. നോക്കൂ, ഉദാഹരണം, യു ആർ റീഡിങ് എ ബുക്ക്. യു ആർ റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ റീഡിങ് എ ബുക്ക്. യു എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് എന്നതുകൊണ്ട് ആർ എന്നുള്ള ഓക്സിലറി ആണ് വന്നത് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആറാണ് വരിക. യു ആർ റീഡിങ്. റീഡിന്റെ ING ഫോം എന്താണ്? റീഡിങ്. എ ബുക്ക് ആണ് ഒബ്ജക്റ്റ് അല്ലേ? ഒരു ബുക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. യു ആർ റീഡിങ് എ ബുക്ക്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇതിൽ നിന്ന് എങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ ഒരു സെന്റൻസിൽ നിന്ന് എങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കാം? നോക്കൂ, സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് നോട്ട് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്ലൂറൽ സബ്ജക്റ്റ് വരുന്നതിൽ നിന്ന് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുന്നതിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. ആർ പ്ലസ് നോട്ട് പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. നോക്കൂ, യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. യു ആർ റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. എന്താ ചെയ്തത്? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർത്തത്. അപ്പൊ എങ്ങനെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് വരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുക? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്. അടുത്ത് നോക്കൂ, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് എന്നതുകൊണ്ട് ആർ എന്നുള്ള ഓക്സിലറി ആണ് വന്നത് അല്ലേ? ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ എന്താണ്? ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ല. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ല. ആറിനോട് കൂടിയിട്ട് എന്ത് ചെയ്തു? നോട്ട് ചേർത്തു. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ല. അടുത്ത് നോക്കൂ, യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്ലൂറൽ സബ്ജക്റ്റ് ഉള്ള ഒരു സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. അപ്പൊ ഇവിടുത്തെ നെഗറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ എന്താണ് വരിക? യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അടുത്ത് നോക്കൂ, നിബു ആൻഡ് ഫിദു ആർ ഗോയിങ് ടു ദ സ്കൂൾ. നിബു ആൻഡ് ഫിദു. നിബുവും ഫിദുവും ആർ ആകുന്നു ഗോയിങ് ടു ദ സ്കൂൾ. സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിബു ആൻഡ് ഫിദു ആർ ഗോയിങ് ടു ദ സ്കൂൾ. നിബുവും ഫിദുവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുക? നിബു ആൻഡ് ഫിദു ആർ നോട്ട് ഗോയിങ് ടു ദ സ്കൂൾ. നിബു ആൻഡ് ഫിദു ആർ നോട്ട് ഗോയിങ് ടു ദ സ്കൂൾ. നിബുവും ഫിദുവും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ല. നിബു ആൻഡ് ഫിദു ആർ ഗോയിങ് ടു ദ സ്കൂൾ. നിബു ആൻഡ് ഫിദു ആർ നോട്ട് ഗോയിങ് ടു ദ സ്കൂൾ. അപ്പൊ എങ്ങനെയാണ് പ്ലൂറൽ സബ്ജക്റ്റ് ഉള്ള ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസിനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു അല്ലേ? ഓക്കെ, താങ്ക് യു.